ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സോ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ മസ്റ്റായും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 4 റിക്രൂട്ട്മെൻ്റ് ആണ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഹയറിംഗ്, ഫോക്കസിംഗ് ഓൺ ഐഡൻറ്റിഫൈങ് ആൻഡ് അട്രാക്ടിംഗ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് for job openings in an organization. It aims to stimulate interest among candidates, ensuring a large and diverse pool of applicants. ഒരു എംപ്ലോയിയെ കമ്പനിയിലേക്ക് ഹയർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റിക്രൂട്ട്മെൻറ്റ്. ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോബ് ഓപ്പണിംഗ് വന്നാൽ ആ പൊസിഷനിലേക്ക് പൊട്ടൻഷ്യൽ എംപ്ലോയീസിനെ കണ്ടുപിടിച്ച് അവരെ ജോബ് ഓപ്പണിങ്ങിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. ജോബ് നോക്കുന്നവരെയും ജോബ് നൽകുന്ന ഓർഗനൈസേഷനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. സോ റിക്രൂട്ട്മെൻറ്റ് നമുക്ക് കുറേയധികം സോഴ്സസിലൂടെ കണ്ടക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ജോബ് പോർട്ടൽസ്, അതായത് ലിങ്ക്ഡിൻ, നൗക്രി, ഇൻഡീഡ് പോലുള്ള ജോബ് പോർട്ടൽസ്, ആൻഡ് ദെൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ, ദെൻ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസിലൂടെ, ആൻഡ് എംപ്ലോയി റെഫറൻസ്, പിന്നെ ക്യാമ്പസ് ഡ്രൈവ്സ്, ഇങ്ങനെ പല സോഴ്സിലൂടെ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു പ്രോപ്പർ റിക്രൂട്ട്മെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റായ കാൻഡിഡേറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യുക, എംപ്ലോയീസിൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുക, ടേൺ ഓവർ കുറയ്ക്കുക, അതായത് ഒരു ഓർഗനൈസേഷനിൽ നിന്നും കണ്ടിന്യൂസ്ലി എംപ്ലോയീസ് ലീവ് ചെയ്തു പോകുന്നത് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യുക. സോ റിക്രൂട്ട്മെൻറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുപോലെ സെലക്ഷൻ എന്ന് പറയുന്നത് അതിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ ഇവിടെ നമുക്കൊരു ഡെഫിനിഷൻ കൂടി തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ആൻഡ് എൻകറേജിങ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് റിക്രൂട്ട്മെൻറ്റ് എന്നത് ജോബ് ചെയ്യാൻ ആപ്റ്റായ എംപ്ലോയീസിനെ കണ്ടെത്തി അവരെ ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ എൻകറേജ് ചെയ്യുന്ന പ്രോസസ്സാണ്. നെക്സ്റ്റ് ടോപ്പിക്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സോ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് രണ്ട് രീതിയിൽ കണ്ടക്ട് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഇൻറ്റേർണൽ സോഴ്സസ് ആൻഡ് രണ്ടാമത്തത് എക്സ്റ്റേണൽ സോഴ്സസ്. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഇൻറ്റേർണൽ സോഴ്സസ്. ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് മീൻസ് ഫില്ലിംഗ് വാക്കൻസീസ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ ബൈ സെലക്ടിംഗ് എംപ്ലോയീസ് ഹു ആർ ഓൾറെഡി പാർട്ട് ഓഫ് ദ വർക്ക് ഫോഴ്സ്. ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോബ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ആ പൊസിഷനിലേക്ക് ഓൾറെഡി നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ തന്നെ നമ്മൾ ആ പൊസിഷനിലേക്ക് ഫില്ല് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു കാർ സർവീസ് ഫേമിൽ ഒരു മാനേജറിൻ്റെ പോസ്റ്റ് വേക്കൻ്റായി, അത് എൻജിൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മാനേജർ പോസ്റ്റ് വേക്കൻ്റായി. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ, ഒരു ടെക്നീഷ്യനെ തന്നെ നമ്മൾ ആ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പുറത്തുനിന്നൊരു കാൻഡിഡേറ്റിനെ, ഫെമിലിയർ അല്ലാത്ത ഒരു കാൻഡിഡേറ്റിനെ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യം അവോയ്ഡ് ചെയ്യും. ഓൾറെഡി ആ ഒരു എംപ്ലോയിക്ക് കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം, നമ്മുടെ ടീമിൻ്റെ മെമ്പറാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ്. സോ ഇവിടെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊമോഷനാണ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി നമ്മൾ ഹയർ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുമോ, അപ്ഗ്രേഡ് ചെയ്യുന്നു. അതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയാം. ഇഫ് ഒരു സീനിയർ ടെക്നീഷ്യനെ നമ്മൾ മാനേജർ പൊസിഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു, ആ ഒരു കൈൻഡ് ഓഫ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡിനെയാണ് പ്രൊമോഷൻ എന്ന് പറയാം. അതായത് അവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടും, അതുപോലെ തന്നെ നല്ല സാലറിയും നമ്മൾ ഓഫർ ചെയ്യും. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ ഒരു ബ്രാഞ്ചിൽ നിന്നോ ലൊക്കേഷനിൽ നിന്നോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ അല്ലെങ്കിൽ ബ്രാഞ്ചിലെ വാക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഓപ്പൺ പൊസിഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. സോ അതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുക.
നെക്സ്റ്റ് റീഡിപ്ലോയ്മെൻറ്റ് ഓഫ് എക്സസ് സ്റ്റാഫ്, reallocating surplus staff from overstaffed branches or department to those with shortages. ഫോർ എക്സാമ്പിൾ, നമുക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട് ആൻഡ് ഒരു ബ്രാഞ്ചിൽ അവിടെ സ്റ്റാഫ്സ് വളരെയധികം കൂടുതലാണ്, മറ്റേ ബ്രാഞ്ചിൽ കുറവാണ്, ഷോർട്ടേജ് ഉണ്ട്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഓവർ സ്റ്റാഫ്സ് ഉള്ള ബ്രാഞ്ചിൽ നിന്നും നമുക്ക് കുറവ് സ്റ്റാഫ്സ് ഉള്ള ബ്രാഞ്ചിലേക്ക് ആ എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാം, റീഅലോക്കേറ്റ് ചെയ്യാം. സോ ഇതിനെയാണ് റീഡിപ്ലോയ്മെൻറ്റ് ഓഫ് എക്സസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. Next topic, significance of recruitment from internal sources. What is the time and cost benefit related to recruitment from internal sources? അതായത് ഒരു കമ്പനി ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുമ്പോൾ ടൈമും കോസ്റ്റും എങ്ങനെയാണ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റിനെ ബെനിഫിറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി, ഒരു കാർ സർവീസ് ഫേം ഒരു ജോബ് ഓപ്പണിംഗ് കൊണ്ടുവരുന്നു ആൻഡ് അവർ ഇൻറ്റേർണലി റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അങ്ങനെ ഇൻറ്റേർണലി കണ്ടക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ തന്നെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസിനെ തന്നെ ആയിരിക്കും ആ പൊസിഷനിലേക്ക് അവർ ഫില്ല് ചെയ്യുക. സോ അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വളരെ ഈസിയായി, സിമ്പിളായി, വേഗത്തിൽ കണ്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, ജോബ് പോസ്റ്റ് ചെയ്യേണ്ട, അതായത് ജോബ് പോർട്ടൽസ് യൂസ് ചെയ്യേണ്ട, ഒരു ടൈപ്പ് ഓഫ് സോഴ്സസും അവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് കമ്പനിയുടെ നോട്ടീസ് ബോർഡിലോ കമ്പനി വെബ്സൈറ്റിലോ പോസ്റ്റ് ചെയ്താൽ മതിയാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് കൂടുതൽ ടൈം സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, വാട്ട് ബെനിഫിറ്റ് ഡസ് ദ കമ്പനി ഗെയിൻ ഇൻ ടേംസ് ഓഫ് എംപ്ലോയി എക്സ്പീരിയൻസ് ഫ്രം ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ്. അതായത് ഒരു കമ്പനി ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്നും അവർക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുക. അതായത് ഇൻറ്റേർണലി റിക്രൂട്ട്മെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കിംഗ് എൻവയൺമെൻറ്റുമായിട്ട് അവർ ഫെമിലിയർ ആയിരിക്കും. കമ്പനിയുടെ എല്ലാ പോളിസീസും അവർക്ക് എന്ത് ചെയ്യാം, അറിയാമായിരിക്കും. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവർ, ടീം കൾച്ചർ, എല്ലാ കാര്യങ്ങളും ഓൾറെഡി കമ്പനിയെ റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അവർ ഫെമിലിയർ ആയിരിക്കും. അതേസമയം പുതിയൊരു എംപ്ലോയി ഔട്ട്സൈഡിൽ നിന്നാണ് നമ്മൾ ഹയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയെക്കുറിച്ചും പോളിസിയെക്കുറിച്ചും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായി പറഞ്ഞു കൊടുക്കാൻ തന്നെ ഒരു ടൈം എടുക്കും അല്ലേ. അപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയാണ് നമ്മൾ ആ പൊസിഷനിലേക്ക് ഫില്ല് ചെയ്യുന്നതെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളായിട്ടും എന്തായിരിക്കും, ഫെമിലിയർ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, വാട്ട് ഇമ്പാക്റ്റ് ഡസ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് ഹാവ് ഓൺ ദ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ്. അതായത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് ഒരു കമ്പനി കണ്ടക്ട് ചെയ്യുമ്പോൾ അവരെ എങ്ങനെയാണത് ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, എംപ്ലോയീസിൽ ഉണ്ടാവുന്ന എഫക്റ്റ് എന്താണെന്നാണ്. സോ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് ബൂസ്റ്റ്സ് എംപ്ലോയി മൊറൈൽ ബിക്കോസ് വർക്കേഴ്സ് ഫീൽ ദ കമ്പനി പ്രൊവൈഡ്സ് ജെന്യുവിൻ കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മൾ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് ഒരു ഓപ്പണിംഗ് വരുമ്പോൾ ഇൻറ്റേർണലി ആണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് തന്നെ നമ്മൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയീസിനെ നമ്മൾ കൺസേൺ ചെയ്യുന്നുണ്ട്. അവർക്ക് പുതിയ കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക, പുതിയ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. ഇത് കൊടുക്കുന്നതിലൂടെ അവരിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനും അവരുടെ പെർഫോമൻസ് നന്നാക്കാനും ബെറ്റർ ആക്കാനും നല്ല പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാനും സാധിക്കും. ആൻഡ് ഓൾസോ മാനേജ്മെൻറ്റ് കൊടുത്തൊരു ട്രസ്റ്റിനെ അവർ തിരിച്ചും എന്ത് ചെയ്യും, മാനേജ്മെൻറ്റിനെയും ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. സോ ദാറ്റ് അവർ അവരുടെ 100% ആ ഒരു വർക്കിൽ കൊണ്ടുവരും. വാട്ട് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഡസ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് പ്രൊവൈഡ് കമ്പയർഡ് ടു എക്സ്റ്റേർണൽ ഹയറിംഗ്. സോ ഒരു കമ്പനി എക്സ്റ്റേർണൽ ഹയറിംഗ് കണ്ടക്ട് ചെയ്യുന്നതിനേക്കാൾ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ എന്ത് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് കിട്ടുക, അതായത് എന്താണ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിലുള്ള എക്സ്ട്രാ ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഓൾറെഡി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കുറിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയായിരിക്കും അല്ലെ. ഇൻറ്റേർണലി ആണ് നമ്മൾ ഹയർ ചെയ്യുന്നതെങ്കിൽ മാനേജ്മെൻറ്റിന് ആ ഒരു എംപ്ലോയിയെ പറ്റി നേരത്തെ തന്നെ പ്രയർ നോളജ് ഉണ്ടാവും. ഓൾറെഡി നമുക്ക് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാം. എന്താണ് അവരുടെ വർക്ക് എത്തിക്സ്, ടീം സ്പിരിറ്റ്, എത്രത്തോളം ആ എംപ്ലോയി അവരുടെ വർക്കുമായിട്ട് കമ്മിറ്റഡ് ആണ്, ഇൻറ്റഗ്രിറ്റി, ഇങ്ങനെയുള്ള വാല്യുബിൾ ഇൻഫർമേഷൻ ഒന്നും എക്സ്റ്റേർണൽ റിക്രൂട്ട്മെൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. സോ ഇതാണ് അതിൻ്റെ എക്സ്ട്രാ അഡ്വാൻറ്റേജ്, ദ പ്രയർ നോളജ് ഓഫ് ദ എംപ്ലോയി. നെക്സ്റ്റ് ടോപ്പിക്, ലിമിറ്റേഷൻസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഇൻറ്റേർണൽ സോഴ്സസ്. ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് ബെനിഫിറ്റ്സ് ഉള്ളതുപോലെ തന്നെ കുറച്ചധികം ലിമിറ്റേഷൻസും ഉണ്ട്. ഫസ്റ്റ് പോയിന്റ്, വിൽ ദ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് പുട്ട് ആൻ
എക്സ്ട്രാ ബേർഡൻ ഓൺ ദ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ്. ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോബ് ഓപ്പണിംഗ് വന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കാൻഡിഡേറ്റിനെ ഫോർ എക്സാമ്പിൾ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ആ എംപ്ലോയി നേരത്തെ ചെയ്തിരുന്ന വർക്ക് മറ്റ് എംപ്ലോയീസ് ചെയ്യേണ്ടി വരും. ഇത് അവരിൽ ജോലി ഭാരം ഉണ്ടാക്കും. ഓഫ് കോഴ്സ് ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സിന് എക്സ്ട്രാ ബേർഡൻ ഉണ്ടാക്കും. നെക്സ്റ്റ് പോയിന്റ്, അപ്പാർട്ട് ഫ്രം വർക്ക് ബേർഡൻ what other discomfort might existing employees face due to internal recruitment? ഒരു ജോബ് പൊസിഷൻ ഓപ്പണിംഗ് വന്നാൽ അതിലേക്ക് പല എംപ്ലോയീസും അപ്ലൈ ചെയ്യും അല്ലേ? അതിൽ നിന്നും ഒരാളെ ആയിരിക്കും മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത്. ഇത് മറ്റ് എംപ്ലോയീസിൽ അൺഹാപ്പിനെസ് ഉണ്ടാക്കും. അത് അവരുടെ വർക്ക് പ്ലേസിലെ യൂണിറ്റിയെ അഫക്റ്റ് ചെയ്യും, യൂണിറ്റിയെ ബാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, what opportunity is lost by the company when they resort to internal recruitment? ഒരു കമ്പനി പുറത്തുനിന്ന് എംപ്ലോയീസിനെ ഹയർ ചെയ്യാതിരിക്കുമ്പോൾ പുതിയ ഐഡിയാസ്, ഇന്നൊവേഷൻസ്, ക്രിയേറ്റിവിറ്റീസ് ഇതൊക്കെ മിസ്സാവും. അതായത് ഒരു കമ്പനിയിലേക്ക് പുതിയ ഐഡിയാസും ഇന്നൊവേറ്റീവായിട്ടുള്ള മൈൻഡ്സും വരുന്നത് പുറത്തുനിന്ന് എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോഴാണ്. ഓഫ് കോഴ്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യും? ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നഷ്ടമാവും. നെക്സ്റ്റ് ടോപ്പിക്, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. എക്സ്റ്റേണൽ സോഴ്സസ് റെഫർ ടു മെത്തേഡ്സ് ഓഫ് ഹയറിംഗ് കാൻഡിഡേറ്റ്സ് ഫ്രം ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ഒരു കമ്പനിയിലെ ഓപ്പൺ പൊസിഷനിലേക്ക് കാൻഡിഡേറ്റ്സിനെ പുറത്തു നിന്നും ഹയർ ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോമൺ മെത്തേഡ്സ്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് കുറച്ച് കോമൺ മെത്തേഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, അഡ്വർടൈസ്മെൻറ്റ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. അതായത് ഒരു കമ്പനിയിൽ ജോബ് ഓപ്പണിങ്സ് വന്നാൽ അത് ത്രൂ ന്യൂസ് പേപ്പറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അഡ്വർടൈസ് ചെയ്യാം. ചില ന്യൂസ് പേപ്പേഴ്സ് വീക്ക്ലി ജോബ് സപ്ലിമെൻറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ന്യൂസ് പേപ്പേഴ്സിലൂടെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയും. ബിക്കോസ് കുറേയധികം റീഡേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? നെക്സ്റ്റ് മെത്തേഡ്, മാൻ പവർ കൺസൾട്ടൻസ്. കമ്പനീസ് ടൈ അപ്പ് വിത്ത് കൺസൾട്ടൻസ് ഹൂ സ്ക്രീൻ ആൻഡ് ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ്. വലിയ വലിയ കമ്പനീസിന് ഡെയിലി കാൻഡിഡേറ്റ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് വരും. എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് എക്സ്പെൻസീവാണ്. കൺസൾട്ടൻസീസുമായി കമ്പനീസ് കണ്ടിന്യൂസ്ലി കോണ്ടാക്ട് ചെയ്ത് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇതിലൂടെ ടൈമും കോസ്റ്റും സേവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡ്, ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ്. നൗക്കറി, മോൺസ്റ്റർ, ലിങ്ക്ഡിൻ, ഇൻഡീഡ് പോലുള്ള ഓൺലൈൻ ജോബ് പോർട്ടൽസ് യൂസ് ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം? ജോബ് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കും. കാൻഡിഡേറ്റ്സിന് ഓൾറെഡി ഒരു രജിസ്റ്റേർഡ് പ്രൊഫൈൽ ഉണ്ടായിരിക്കും. ആൻഡ് കമ്പനി അവരുടെ പ്രൊഫൈലിൽ ഓരോ ഓപ്പണിങ്സ് പോസ്റ്റ് ചെയ്യും. ആൻഡ് ഇഫ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്, ആ ഒരു പോസ്റ്റിലേക്ക് മാച്ച് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് അപ്ലൈ ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ, വാക്ക് ഇൻ ഇൻ്റർവ്യൂസ്. ഒരു കമ്പനിക്ക് അർജൻറ്റ് ഓപ്പണിങ്സ് വരുമ്പോഴാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ പല സ്റ്റേജസും അവോയ്ഡ് ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ്സിന് ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇൻ്റർവ്യൂ ടൈം, ഡേറ്റ്, മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ ന്യൂസ് പേപ്പറിലോ മീഡിയയിലോ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെ ഹയർ ചെയ്യാൻ കമ്പനീസ് കോളേജിലും യൂണിവേഴ്സിറ്റീസിലും നേരിട്ട് എത്തി റിക്രൂട്ട്മെൻറ്റ് ചെയ്യും. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അക്കാഡമിക്സിൽ ബ്രില്യൻ്റ് ആയ സ്റ്റുഡൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവർ വേറെ ജോബ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മെത്തേഡ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്. ജോബ് നോക്കുന്ന എംപ്ലോയീസ് അവരുടെ ക്വാളിഫിക്കേഷൻസും ഇൻഫർമേഷൻസും രജിസ്റ്റർ ചെയ്യുന്ന ഗവൺമെൻറ് ഏജൻസീസാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. റൂറൽ ഏരിയസിലെ ടെമ്പററി വാക്കൻസീസ് ഫില്ല് ചെയ്യാനാണ് മോസ്റ്റ്ലി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പഞ്ചായത്ത് ഓഫീസിലെ ടെമ്പററി ക്ലർക്ക് ജോബ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പ്രൊഫഷണൽ അസോസിയേഷൻസ്. ചില ജോബ് റോൾസിന് സ്പെഷ്യൽ അസോസിയേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. സോ ചില കമ്പനീസ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് ഇതുപോലുള്ള അസോസിയേഷൻസിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ, പോച്ചിങ് ഓർ റെയ്ഡിങ്. ഒരു കമ്പനി തൻ്റെ കോമ്പറ്റീറ്ററായ മറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന എക്സ്പേർട്ടായ സ്കിൽഡായ എംപ്ലോയീസിന് നല്ല സാലറി ബെനിഫിറ്റ്സ് ഒക്കെ ഓഫർ ചെയ്ത് സ്വന്തം കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് പോച്ചിങ് ഓർ റെയ്ഡിങ്. നെക്സ്റ്റ് ടോപ്പിക്, സിഗ്നിഫിക്കൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. വൈ ഡു കമ്പനീസ് സംടൈംസ് പ്രിഫർ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഓവർ ഇന്റേണൽ റിക്രൂട്ട്മെന്റ്? എന്തുകൊണ്ടാണ് കമ്പനീസ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് പകരം എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ചൂസ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റിന് അവരുടെ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും വ്യക്തമായി അറിയാമായിരിക്കും. സോ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ആവശ്യമായ സ്കിൽസ് ഇല്ല എങ്കിൽ കമ്പനി പുറത്തുനിന്ന് കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യും. നെക്സ്റ്റ്, ഡസ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് പ്രൊവൈഡ് ദ ബെസ്റ്റ് പേഴ്സൺ ഫോർ ദ ജോബ്? അതായത് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഒരു ജോബ് പെർഫോം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് കമ്പനിയിൽ തന്നെയുള്ള എംപ്ലോയീസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്നും ബെസ്റ്റ് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബട്ട് ആ ഒരു എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഉണ്ടായിരിക്കണം എന്നില്ല. അതേസമയം എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കാൻഡിഡേറ്റ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, വാട്ട് യുണീക്ക് വാല്യൂ ഡസ് ആൻ എക്സ്റ്റേണലി ഹയേർഡ് കാൻഡിഡേറ്റ് ബ്രിങ്? എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സിൽ നിന്നും കമ്പനി എന്ത് അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? പുതിയതായി നമ്മൾ ഹയർ ചെയ്ത കാൻഡിഡേറ്റ്സിൽ നിന്നും കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് എക്സ്റ്റേണലി ഹയർ ചെയ്ത കാൻഡിഡേറ്റിൽ നിന്നും കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്നവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരിക, അതുപോലെ തന്നെ കമ്പനിയുമായിട്ട് വളരെ സ്മൂത്തായി അഡ്ജസ്റ്റ് ചെയ്തു പോവുക. ഇതൊക്കെയാണ് ഒരു എക്സ്റ്റേണലി ഹയർ ചെയ്ത കാൻഡിഡേറ്റ്സിൽ നിന്നും കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ലിമിറ്റേഷൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. ഫസ്റ്റ് പോയിന്റ്, ഹൈ കോസ്റ്റ് ആൻഡ് ടൈം കൺസ്യൂമിങ്. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ന്യൂസ് പേപ്പറിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലുമൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. ആൻഡ് ഓൾസോ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യണം, സ്ക്രീനിങ്, ഷോർട്ട് ലിസ്റ്റിംഗ്, ഇതൊക്കെ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. മാത്രമല്ല അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് കോസ്റ്റ്ലി ആണ്. ആൻഡ് നെക്സ്റ്റ്, ട്രെയിനിങ് ആൻഡ് ഇൻഡക്ഷൻ കോസ്റ്റസ്. പുതിയ എംപ്ലോയീസ് കമ്പനി എൻവയൺമെൻറ്റുമായിട്ട് ഫെമിലിയർ ആയിരിക്കില്ല. അതായത് കമ്പനിയുടെ കൾച്ചർ, പോളിസീസ്, ഇതൊന്നും അവർക്ക് ഫെമിലിയർ ആയിരിക്കില്ല. സോ അവർക്ക് ട്രെയിനിങ്ങും ഇൻഡക്ഷൻ പ്രോഗ്രാംസും പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെ കമ്പനിക്ക് എക്സ്ട്രാ കോസ്റ്റാണ്. നെക്സ്റ്റ്, എംപ്ലോയി ഡിസ്കണ്ടക്ട്. പുതിയ എംപ്ലോയീസ് വരുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് അതൊരു അൺഹാപ്പിനെസ് ആയിരിക്കും. അവർക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. അതായത് അവർക്ക് പ്രമോഷൻ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടു എന്ന് ചിലർക്ക് തോന്നാം. അതുപോലെ മാനേജ്മെൻറ്റിന് അവരോട് ട്രസ്റ്റ് ഇല്ല എന്ന് തോന്നൽ, ഇതൊക്കെ അവരുടെ ടീമിൻ്റെ യൂണിറ്റിയെ അഫക്റ്റ് ചെയ്യും. സോ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ യൂണിറ്റ് 4 റിക്രൂട്ട്മെൻറ്റ് വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ സെഷൻസ്.